രാവിലെ എന്നെ വിളിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൊടും കാട്ടില് മഴയത്ത് നല്ല കാടാണ്. ഞാൻ കാണിച്ചത്. മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതും ഒരു ബൈക്ക് റൈഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാകും എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണോ എന്താണോന്ന് അറിയില്ല. അനിയൻ പറഞ്ഞു ബാ പോകാം. ഓക്കെ, ഞാൻ എങ്ങോട്ടാണെന്ന് പോലും ചോദിച്ചില്ല. പക്ഷേ അവൻ എനിക്ക് തന്ന ഒരു റൈഡാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരു പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൂടത്തുമുലാർക്ക് എളുപ്പം പോകാനുള്ള ഒരു വഴിയാണ് ഇത്. അധികം റഷായിട്ട് വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വഴി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീക്കല്ലൂർ പുതുതായിട്ട് പണിത പാലത്തിൻ്റെ മേലെയാണ്. ഈ പാലത്തിൻ്റെ പണിക്ക് കുറേ നാളെടുത്തില്ലേ? പിന്നെ പക്ഷേ ഇതിപ്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ കൂടത്തുമെന്ന് പുൽപ്പള്ളിക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത് കേട്ടോ. ഇപ്പൊ മീനങ്ങാടിയിൽ നിന്ന് വരുന്നവർക്കും പുൽപ്പള്ളിക്ക് പോകാൻ ഇതാണ് എളുപ്പം തോന്നുന്നു അല്ലേ? അല്ല അത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് വിശദമായിട്ടറിയില്ല. പക്ഷെ എന്തായാലും ഇതില് പുൽപ്പള്ളിക്ക് പോകാൻ ഇതാണ് എളുപ്പം. ഇത് ചീക്കല്ലൊരു പുഴ കേട്ടോ. ഇനി അങ്ങോട്ട് ഭയങ്കര രസമായിട്ടുള്ള വഴിയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര ഫോട്ടോജീനിക്കാണ് കേട്ടോ ഗൈസ്. ഇതുണ്ടോ, അടിപൊളി. അങ്ങനെ ആ ഒരു പാലത്തിന് മുകളിൽ നിന്ന് യാത്ര വീണ്ടും തിരിച്ചു. അടിപൊളി, എന്താ പറയുക, ഇതിനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു വിഷ്വലാണ്. പിന്നെ അങ്ങോട്ട് നിരന്ന് കിടക്കുന്ന ആ ഒരു പാടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലാണ് ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും രണ്ട് സൈഡും നിങ്ങൾ വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള വിഷ്വൽസും കാര്യങ്ങളും ഈ പാടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോഴാണെങ്കിലും മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ മൂടി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ എന്തായാലും മഴയത്ത് വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുന്ന ആ ഒരു പാടങ്ങളിലൂടെ നമുക്ക് ഒരു ഡ്രൈവ് പോകാം. ഇത് തരുന്ന മൈൻഡിന് തരുന്ന ആ ഒരു പീസ്ഫുൾനെസ് ഉണ്ട് ഉറപ്പായിട്ടും. അതിൻ്റെ ഇടയിൽ അനിയൻ ഇതിലെ ഷോർട്ട് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെന്നലുള്ള വഴി കൂടെ എന്നെ കൊണ്ടുപോയി. കയറുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു മുറുക്കി പിടിച്ചിരുന്നു, ഇപ്പോൾ വീഴും തെന്നുന്നുണ്ട് എന്നൊക്കെ. ഓക്കെ, അവൻ എൻ്റെ മനസ്സിലുള്ള വിഷമത്തിനേക്കാട്ടും കൂടുതലുള്ള ഒരു വിഷമം ഇതിപ്പോൾ വീഴുവോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് അവൻ പറയുന്നത് ഇതല്ല നമുക്ക് പോകേണ്ട വഴി വേറെയാണത്. അപ്പോൾ ഈ കയറിയ കയറ്റങ്ങളൊക്കെ ഇനി നമ്മൾ താഴേട്ട് ഇറങ്ങണം എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് മേലേക്ക് കയറുമ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ ഈ തെന്നൽ എന്ത് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വഴി തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വഴി തെറ്റിപ്പോയി. ചെമ്പോത്തിനെ കണ്ടാ തുടക്കം. ഇനി ആനയും പോത്തിനെയൊക്കെ കാണാലോ. ബ്രേക്ക് അങ്ങനെ പിടിക്കണ്ട കേട്ടോ. വളഞ്ഞു വന്നത് ഇപ്പോൾ വീഴാൻ വേണ്ടിയിട്ടാണോ? അല്ല, ബ്രേക്ക് പിടിക്കണ്ട. അങ്ങനെ ഞാൻ ബ്രേക്കേ പിടിക്കുന്നു. ഞാൻ 10 മിനിറ്റ് പോകുന്നത്. അങ്ങനെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വീഴാതെ തന്നെ ആ ഒരു ഇറക്കം മന്ദം ഇറക്കി. അവൻ ഫസ്റ്റിലിട്ട് ബ്രേക്കൊന്നും പിടിക്കാണ്ട്. ഇത് നല്ല നിരങ്ങുന്നുണ്ടായിരുന്നു. കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല പായലുള്ളതുകൊണ്ടും ടയർ നല്ല നിരങ്ങുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അങ്ങനെ ഞങ്ങൾ മന്ദം താഴെ ഇറക്കി. നമ്മൾക്ക് പോകേണ്ട വഴി ഇതായിരുന്നു കേട്ടോ. അതായത് അവിടുന്ന് തന്നെ ഡയറക്റ്റ് ആ ഒരു നല്ല റോട്ടിൽ കൂടെ തന്നെയാണ് നമുക്ക് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത്. സോ എന്തായാലും ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്കും അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. രണ്ട് സൈഡും നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പും അധികം വണ്ടികളില്ലാത്തതുകൊണ്ടും അധികം ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒന്നുമില്ലാതെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇതിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ കടന്ന ജംഗ്ഷനാണ് നടവയിൽ ജംഗ്ഷൻ. സോ ഇനി നമുക്ക് നേരെ പുൽപ്പള്ളിക്കുള്ള റോഡിൽ കയറിയാൽ സോ ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ കൂടത്തുമുള്ള ആൾക്കാർക്കൊക്കെ പുൽപ്പള്ളിക്ക് വരാൻ പറ്റിയ ഒരു റോഡാണത്. അതിലിപ്പോൾ ബസ് സർവീസ് ഇല്ലല്ലോ. ബസ്സില്ല. ബസ് സർവീസ് ഉടനെ ആവുന്നതായിരിക്കും. സോ പുതിയൊരു വഴി നിങ്ങൾ പഠിച്ചില്ലേ. ഇനിയിപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ പുൽപ്പള്ളിക്ക് വരാൻ കൂടത്തുമ്മൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ്, സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ഒരു വ്യൂ ഒക്കെ കാണുമ്പം നമ്മളോട് ചെറിയൊരു അസൂയയും കാര്യങ്ങളൊക്കെ തോന്നിയേക്കും, സ്വാഭാവികം. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനെ
വകഞ്ഞു മാറി ഇങ്ങനെ പോകുന്ന ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. റോഡുകളും അത്യാവശ്യം മോശമല്ലാത്ത റോഡുകൾ തന്നെയാണ്, വലിയ കട്ടർ കാര്യങ്ങളൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇത് ഫോറസ്റ്റാണ്. പുൽപ്പള്ളിയിലേക്ക് പോകുമ്പോൾ കുറേ പേര് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ സൈഡിൽ 2 സൈഡും മണ്ണിട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ചെളിയുണ്ട്. സോ വളരെ പതുക്കെ തന്നെ പോവുക. ഈ ഒരു കാട്ടിലൂടെയൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് വളരെ പതുക്കെ പോവുക. എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഒബ്വിയസ്ലി വളരെ പതുക്കെ പോവുക, അധികം ഹോൺ അടിക്കാതെ. അങ്ങനെ കാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, വണ്ടി സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, മെല്ലെ പോവുക. പിന്നെ ഈ മഴയത്ത് പോകുമ്പോൾ ഒബ്വിയസ്ലി നല്ല തെന്നലുണ്ടാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് ഞങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ വളരെ പതുക്കെ ഇതിൽ യാത്ര ചെയ്യുക. ഭയങ്കര ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു മനസ്സമാധാനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുക. 2 സൈഡിലും നോക്കുമ്പോൾ ഉള്ളൊരു സന്തോഷവും കാര്യങ്ങളും എല്ലാം. അപ്പം അനിയൻ ഡ്രൈവിങ്ങിൽ, അതായത് റോഡിൽ നല്ല ചെളി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനിയനുണ്ട്. മീൻസ് അങ്ങനെ തിന്നുന്ന കാര്യങ്ങളൊക്കെ. സോ എവിടേക്കെന്ന് ഇല്ലാതെ തുടങ്ങിയൊരു യാത്രയാണ് ഞങ്ങളുടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, ഇന്നത് ചെയ്യണം എന്നൊന്നും ഒരു ഇതുമില്ലാണ്ട് നേരെ വണ്ടി എടുത്ത് വിട്ട ഒരു യാത്ര എന്ന് പറയുന്നത്. സോ അങ്ങ് ഡ്രൈവ് പോവാം. മീൻസ് നമ്മുടെ ഇതിൽ ആ ഒരു ഡ്രൈവിങ്ങിൽ കുറേ നേരം സംസാരിക്കുക, എന്നിട്ട് പോവുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു റോഡിനെ ചൂസ് ചെയ്തത്. അതായത് ഇതിലേ പോകുമ്പം ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡ് നല്ല ഒരു കാം മൂഡിലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാം സംസാരിച്ച് ഒരു സോർട്ട് ഔട്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ആയിപ്പോവും. ആ ഒരു രീതിയിൽ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് റോഡ് തന്നെയാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. സോ യാത്രാമധ്യേ പറയുന്നുണ്ടായിരുന്നു, ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയോ ചെന്ന് കഴിഞ്ഞാൽ കപ്പയും ബീഫും കിട്ടും എന്നുള്ള ഒരു അഭിപ്രായം അവിടെ ജനിക്കുകയാണ്. ഗൈസ്, ഓരോ ട്രിപ്പുകളിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് തിങ്സാണ്. ഫുഡ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ഇല്ല. അപ്പം കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കപ്പയും ബീഫും കിട്ടും എന്നുള്ളൊരു ഡയലോഗ് അവിടെ വരികയാണ്. ഒബിയസ്ലി അത് കേൾക്കേണ്ട താമസം പിന്നെ എന്നാൽ അങ്ങോട്ട് പോവുക എന്നുള്ളൊരു ചിന്ത വരികയാണ്. അങ്ങനെ ഞങ്ങൾ പുൽപ്പള്ളി ടച്ച് ചെയ്ത് പിന്നെ ബത്തേരിയിലേക്ക് ഒരു യാത്ര എന്നുള്ള രീതിയിലായി. അതെ, ഞങ്ങൾ എവിടെ നിന്നോ തുടങ്ങി വീണ്ടും യാത്രകൾ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് അനിയൻ പറയുന്നു. സോ ഇനി അവിടേക്ക് തന്നെ പോവാം എന്നുള്ള രീതിയിൽ പറയുന്നു. ഓക്കെ, രാവിലെ എന്നെ വിളിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൊടും കാട്ടില് മഴയത്ത് നല്ല കാടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ബത്തേരിക്കുള്ള, അതായത് പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിക്കുള്ള റോഡാണ്. പിന്നെ വണ്ടി വരുന്നുണ്ട്, അതൊരു സമാധാനം. സോ വയനാട്ടിലൂടെ നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതൊരു ഡ്രൈവ് അല്ലേ, ഒരു ബൈക്ക് ഡ്രൈവൊക്കെ സൂപ്പർ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ഇതേപോലെ സൂപ്പർ ഡ്രൈവിംഗ് ആണ്. മറ്റേ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന റോഡ് കിടിലൻ ഡ്രൈവിംഗ് ആണ്. മസനഗുഡി പോകുന്ന റോഡ്. സ്വാഗതം വയനാട് വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കെ സാധിക്കും കേട്ടോ. സോ അങ്ങനെ കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു കപ്പയും ബീഫും കഴിക്കുന്ന സ്ഥലത്തെത്തി. കപ്പയും ബീഫും കഴിച്ചു. നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. വന്ന വഴിയിൽ നിന്ന് നേരെ ഡൈവേഷൻ എടുത്ത് ഞങ്ങൾ വേറെ വഴി ചുറ്റിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതും ഇതേപോലുള്ള ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. സോ ഗൈസ്, കാട്ടിക്കൂടുള്ള യാത്ര കഴിഞ്ഞു. ഞങ്ങൾ ബത്തേരി എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി. അതെ, നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരി. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മീനങ്ങാടി പാസ് ചെയ്ത് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കാലാവസ്ഥ കംപ്ലീറ്റ്ലി മാറി വെയിലായിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഈ പ്രകൃതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളും പോസിറ്റീവ്, പ്രകൃതിയും പോസിറ്റീവ്. ബൈ ബൈ.